ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്തുമോളും നയനിയും ആദർശും കൂടെ ബീച്ചിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്തുമോൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നയനിയും ആദർശം ചെയ്തു കൊടുക്കുന്നു. ചന്തുമോൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു. ആ കുട്ടീനെ ആ ബീച്ചിൽ കൊണ്ടുപോയി രണ്ടുപേരും കൂടെ കൈപിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി പിന്നെ ആ ബീച്ചില് ആ ഒരു തിരമാലകളൊക്കെ വരുമ്പോൾ അവിടെ കൊണ്ട് നിർത്തുന്നു. തിരമാല വരുമ്പോഴത്തേക്കും ഓടുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നല്ല നിമിഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സമയമാണെങ്കിലോ നമ്മുടെ നവ്യേനെ കാണിക്കുന്നുണ്ട്. നവ്യ ഒരു ആഭരണ പെട്ടിയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നു, മറിക്കുന്നു, നോക്കുന്നു. അപ്പൊ നമ്മുടെ അഭി കയറി വരിക. അപ്പൊ നവ്യ പറയുക, അതെ അഭി, നമുക്ക് പുറത്തേക്കൊന്ന് പോകണം. അല്ല, എന്തിനാ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്? കുറച്ച് ആഭരണങ്ങളൊക്കെ മാറ്റി മേടിക്കാനുണ്ട്. ഇതൊക്കെ പഴയ മോഡലായി, പുതിയ മോഡൽ മാറ്റി മേടിക്കണം. പിന്നെ കുറച്ച് ഡയമണ്ട്സ് ഒക്കെ എടുക്കണം. ആ, ദേ ഞാനൊരു കാര്യം പറയട്ടെ നവ്യ, നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് ബ്രാഞ്ച് കിട്ടിക്കഴിയുമ്പം അവിടെ നിന്ന് നിനക്ക് എത്ര സ്വർണം വേണമെങ്കിലും ഞാൻ കൊണ്ട് തരൂല്ലോ. പക്ഷെ ബ്രാഞ്ച് കിട്ടുന്നില്ല, അതാ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലി വരുന്നത്. ആ, ബ്രാഞ്ച് കിട്ടുന്നത് വരെ നോക്കിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ബ്രാഞ്ചിന് എന്ന് കൈ കിട്ടാന്? അല്ലെങ്കിലും മുത്തശ്ശനും ആദർശേട്ടനൊന്നും എനിക്ക് ബ്രാഞ്ച് തരണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നീ പറയുന്നത് കൊണ്ട് തരാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് തരുന്നത്. അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം തന്നെയാ ബ്രാഞ്ചൊക്കെ എന്നെ ഏൽപ്പിക്കുന്നത്. ഇപ്പോഴും ആദർശേട്ടനേക്കാളും താഴ്ന്ന തട്ടില്ല എന്നെ ഇവിടെ എല്ലാവരും നോക്കി കാണുന്നത്. അങ്ങനെ കാണാൻ പാടില്ല ഭി. ആദർശേട്ടന്റെ ആദർശേട്ടനേക്കാളും ഉയർന്ന തട്ടിലാ നീ നിൽക്കുന്നത്. എന്റെ മുമ്പിൽ ആദർശേട്ടൻ ഇപ്പൊ വെറും സീറോയാ, സീറോ. ഒരു വാല്യൂ ഇല്ല അയാൾക്ക്. എവിടെന്നോ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കറങ്ങി അടിച്ച് നടന്ന് അവിഹിത ബന്ധം ഉണ്ടാക്കി അതിലൊരു കുഞ്ഞിനെയും ഇപ്പൊ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ഇപ്പൊ വലിയ ആള് കളിച്ച് നടക്കുന്നു അല്ലേ. അതിനൊക്കെ ഞാൻ മാറ്റം വരുത്തി കൊടുക്കാം. ഇനിയും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഓരോന്ന് ഞാൻ ചെന്ന് പറയും. എനിക്ക് മനസ്സിന് പിടിക്കാത്തത് കണ്ട ഞാൻ അപ്പൊ തന്നെ ചെന്ന് പറയും. എങ്കിൽ പിന്നെ നിനക്ക് മനസ്സിന് പിടിക്കാത്ത ഒരു കാര്യം കൂടെ എൻ്റെ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതെന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബീച്ചിൽ കളിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അഭി. അപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ നവിക്ക് ദേഷ്യം വന്നിട്ട്, ഷോ ഇതെന്താ അഭി ഇത്? എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മനുഷ്യന് ചോര തിളച്ച് വരിക. ഇതെന്താ എന്റെ അനിയത്തി കാണിച്ചു കൂട്ടുന്നതൊക്കെ? അവക്ക് ഭ്രാന്താണോ? ഭർത്താവ് അവിഹിത ബന്ധത്തിൽ ഉണ്ടാക്കിയ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് അവൾ ഇങ്ങനെ നടക്കുകയാണ്, തലയ്ക്ക് വട്ട് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു, എന്ത് ചെയ്യാനാണ്? നിന്റെ അനിയത്തിനെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ അനിയത്തി താഴെ വെക്കാതെ തലയിലും വെക്കാതെ കൊണ്ട് നടക്കുകയാണ് ആ ചന്തുമോളെ. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. എങ്ങനെയാണെന്ന് അറിയാമോ അഭി? ആ തളർന്ന് കിടക്കുന്നില്ലേ, വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്ന ആ പെണ്ണ് ഇങ്ങോട്ടെങ്ങാനും അസുഖം മാറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നയനയുടെ കാര്യം പോയെന്ന് കൂട്ടിക്കണ്ടാ മതി. അന്ന് അവളുടെ അഹങ്കാരം അവസാനിക്കും. അപ്പോഴേക്കും നമ്മുടെ അഭി മനസ്സിൽ വിചാരിക്കുക, അന്ന് അവളുടെ അഹങ്കാരം അല്ലടി അവസാനിക്കുന്നത്, നിന്റെ അഹങ്കാരമാ. അങ്ങനെ എങ്ങാനും അവൾ എണീറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ തകരാൻ പോകുന്നത് നവ്യേ നിന്റെ ജീവിതമായിരിക്കും. അപ്പൊ നവ്യ ചോദിച്ചു, എന്തു പറ്റി അഭി, എന്താ ചിന്തിക്കുന്നത്? ഹേയ് ഒന്നുമില്ല, അങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തതായിരുന്നു. സംഭവിക്കാൻ യാതൊരു വഴിയുമില്ല നവ്യെ. എങ്ങനെ സംഭവിക്കാനാ? ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ആ പെണ്ണിന് എന്തോ അസുഖം വന്ന് തളർന്നു പോയതാ. അതിനി നേരെ മരണപ്പെടുകയുള്ളൂ, അല്ലാതെ എണീറ്റ് നടക്കാനൊന്നും പോകുന്നില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ പിന്നെ ആ പെണ്ണ് തിരിച്ചു വരാനൊന്നും പോകുന്നില്ലെന്ന് 100% നിന്റെ അനിയത്തിക്ക് ഉറപ്പുണ്ട്. അതാ ഇപ്പം ആ പെങ്കൊച്ചിനെയും ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആ ഇനിയിപ്പം എന്തൊക്കെ കണ്ടാലാ, എന്തൊക്കെ കേട്ടാലാ? ഓ, എല്ലാവർക്കും ഞാനായിരുന്നുവല്ലോ വൃത്തികെട്ടവൻ, പെണ്ണുപിടിയൻ, ആഭാസൻ. എന്നിട്ട് ഇപ്പം ആദർശ വൃത്തികെട്ടവനായിട്ടും ആർക്കും അവനെ ഒന്നും പറയണ്ട. അപ്പോഴത്തേക്കാണ് നവ്യ പറയുന്നത്, ദേ ആ വീഡിയോ നീ എനിക്ക് അയച്ചു തന്നെ. ഇതേ അച്ഛനും അമ്മയ്ക്കും ഞാനൊന്ന് അയച്ചു കൊടുക്കട്ടെ, അവരിതൊക്കെ ഒന്ന് കാണട്ടെ. എന്നിട്ട് പുന്നാര മോളുടെ അഭ്യാസങ്ങളൊക്കെ അറിഞ്ഞിട്ട് രണ്ടെണ്ണം വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും നയനെ അനുസരിക്കില്ല. അച്ഛനും അമ്മയും വിഷമിക്കാന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അവൾ അനുസരിച്ചാലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അതിങ്ങോട്ട് ഞാൻ ഇതങ്ങ് അയച്ചു കൊടുക്കട്ടെ എന്ന്. അങ്ങനെ നമ്മുടെ അഭി എന്ത് ചെയ്യുന്നു, നേരെ ഈ ഒരു വീഡിയോ നവ്യയുടെ ഫോണിലേക്ക് വിടുകയാണ്. നവ്യ നേരെ ഇത് ഗോവിന്ദന്റെ ഫോണിലേക്കും അയച്ചു കൊടുക്കുകയാണ്. ഏതായാലും
ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് കയറി വരുന്നത് നന്ദാവനത്തിലേക്ക് നമ്മുടെ ദേവയാനി. അങ്ങനെ ദേവയാനിനെ കണ്ടതും ആ പറ്റിയ സമയത്താണല്ലോ ദേവയാനി വന്നത്. അല്ല ഇതൊക്കെ ദേവയാനി കണ്ടു കാണുമല്ലോ. അപ്പം ദേവയാനി ചോദിച്ചു, അല്ല ഏതിന്റെ കാര്യമാ കനക ഈ പറയുന്നത്? അത് പിന്നെ ഈ വീഡിയോ ദേ നോക്ക്, സ്വന്തം മോളല്ലാഞ്ഞിട്ടും എൻ്റെ മോൾ അവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുക. അതെ, ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് ഒന്നും ദേവയാനി ചേച്ചിക്ക് തോന്നരുത്. ആദർശന് ഇവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൊക്കി പിടിക്കാം. നിങ്ങളെല്ലാവരുമായിട്ട് ആ കുട്ടിക്ക് രക്തബന്ധമുണ്ട്. പക്ഷെ എൻ്റെ മോളോട് ഒരു ബന്ധവുമില്ലാത്ത ഈ കുഞ്ഞിനെയും ചുമലിലേറ്റി നടക്കുന്നത് കാണുമ്പോൾ എനിക്കും ഈ ഇരിക്കുന്ന മനുഷ്യനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്നേ അത് ദേവയാനി ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോട്ടെ, ആദർശിന്റെ സ്ഥാനത്ത് എന്റെ നയനമോളായിരുന്നെങ്കിലോ, അവക്കാടിപ്പം അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായതെങ്കിലോ നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. അതെനിക്കറിയാം, ഒരിക്കലും അംഗീകരിക്കില്ല. പക്ഷെ സ്വന്തം മകൻ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തിട്ട് വന്നപ്പം അമ്മ കൂട്ടു നിൽക്കുകയാണല്ലേ. തെറ്റ് കാണുമ്പം ശാസിക്കേണ്ട അമ്മ കൂട്ടു നിൽക്കുകയാണല്ലേ. അതെ കനകെ, ഒരിക്കലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മയല്ല ഞാന്. തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ എൻ്റെ മകന് കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ നിങ്ങളുടെ മോളുടെ കാര്യം അറിയാലോ. ഒരിക്കലും അവള് തെറ്റ് കണ്ടാൽ പ്രോത്സാഹിപ്പിക്കില്ല. ഒരിക്കലും അതിനെ അവള് വാഴ്ത്തി പാടില്ല, ചേർത്ത് നിർത്തില്ല. നിങ്ങൾ അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ അതിൽ നിന്ന് എന്ത് കാര്യമാ ദേവയാനി മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അത് നിങ്ങൾക്ക് മനസ്സിൽ കൈവച്ച് പറയാൻ പറ്റുമോ? അല്ല, നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നുണ്ടല്ലോ. നയനമോള് പറയുന്നുണ്ട് ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നുണ്ട് മോൻ തെറ്റ് ചെയ്തിട്ടില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് ആദർശൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. പിന്നെ ആരാ തെറ്റ് ചെയ്തത്? അപ്പൊ ആ ചന്തുമോളുടെ അച്ഛൻ ആരാണ്? നിങ്ങൾ പറഞ്ഞു വരുന്നത് ആദർശ് ചന്തുമോളുടെ അച്ഛനല്ലെന്ന്. അപ്പോൾ പിന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാണ്? അത് നിങ്ങളൊന്ന് പറ ദേവയാനി. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഈശ്വര, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യുക? സത്യങ്ങളൊക്കെ തുറന്നു പറയണോ? സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നവ്യെ ബാധിക്കും. അത് വലിയ പ്രശ്നത്തിലാകും. ഇനിയിപ്പോ എന്താ ഈശ്വര ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, എന്തു പറ്റി ദേവയാനി ചിന്തിക്കുന്നത്? ഇപ്പം ദേവയാനിക്കൊന്നും പറയാനില്ലേ? പറയാൻ കാണില്ല. എനിക്കറിയാം, ഞങ്ങളൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആദർശ് തെറ്റുകാരൻ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആദർശ് തെറ്റുകാരനല്ല ആണെന്ന് പറയില്ല. നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞേനെ. ഇനിയിപ്പം വേറെ ആരെങ്കിലും ആണ് ചന്തുമോളുടെ അച്ഛനെങ്കിൽ അതാരാണെന്ന് തുറന്നു പറയണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ആദ്യം വെറുത്തിരുന്നത് അഭിമോനെയാണ്. ഇപ്പം അഭിമോൻ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസമായിട്ടുള്ളത്. അതുമല്ല, അവരുടെ ജീവിതം ഒരുപാട് പ്രശ്നവും പ്രതിസന്ധിയും നിറഞ്ഞതായിരുന്നു. ഇപ്പം അവരുടെ ജീവിതം മാത്രമാണ് കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത്. പക്ഷെ എൻ്റെ നയനമോളുടെ ജീവിതം ഇങ്ങനെയായി പോകുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. പിന്നെ ഉണ്ടല്ലോ, ഈ വീട് ഞങ്ങൾക്ക് തന്നത് ആദർശായതുകൊണ്ട് തന്നെ ഉടനെ ചിലപ്പോൾ ഞങ്ങൾ ഈ വീട് മാറാനാ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, ഈ വീട് എന്തിനാ നിങ്ങളിപ്പോ മാറുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു മരുമകൻ തന്ന വീട് ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ആദർശവീരനായ ആദർശായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു അഭിമാനമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങള് വെറും പൊട്ടന്മാരായിട്ടും അഭിമാനം ഇല്ലാത്തവരായിട്ടുമാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മകൾ ഏതായാലും വന്നോട്ടെ. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ ഈ വീട് മാറും. ആർക്കും ഞങ്ങളൊരു ബാധ്യതയാവില്ല. പിന്നെ നയനമോള്, അവൾക്ക് എപ്പോഴും വേണമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരാം. ഇരു കൈ നീട്ടി ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ, ചവിട്ടിക്കളയില്ല. കാരണം എൻ്റെ മോള് പാവ, അവള് വെറും പാവ. എനിക്കറിയാം, എല്ലാം സഹിച്ച അവൾ അവിടെ നിൽക്കുന്നത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരിക്കലും എല്ലാം സഹിച്ച് അവൾക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതെന്താ വീണ്ടും ദേവയാനി അങ്ങനത്തെ വർത്താനം പറയുന്നത്? അല്ല ദേവയാനി ഒരു വായും കൊണ്ട് ഈ പല വർത്താനം പറയുന്ന ഒന്ന് നിർത്ത്. അപ്പൊ ദേവയാനി പറയാ, ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല, ഞാൻ പോവുക. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും ആദർശ് ഭാഗത്തും നയനമോളുടെ ഭാഗത്തും ന്യായം ഉണ്ടെന്ന്. ഏതായാലും ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ കനകയോട് ചോദിക്കുക, അല്ല ഇതെന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയില്ല എൻ്റെ ഗോവിന്ദേട്ട, ഇവരൊക്കെ എന്തൊക്കെയോ മൂടി വെച്ചോണ്ടാ സംസാരിക്കുന്നത്. അല്ല, എന്താണെങ്കിലും അതങ്ങ് തുറന്നു പറയത്തില്ലേ? അപ്പൊ നമ്മുടെ ഗോവിന്ദനും എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവയാനിയുടെ മനസ്സിൽ എന്താണ്, നയനയുടെ മനസ്സിൽ എന്താണ്, ആദർശിന്റെ മനസ്സിൽ എന്താണെന്ന്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാട് തന്നെയാണ്. ഏതായാലും ചുറ്റിക്കറക്കമൊക്കെ കഴിഞ്ഞിട്ട് അനന്തപുരി തറവാട്ടില് നയനയും ആദർശും ചന്തുമോളും ഒക്കെ വന്നു. കൂടെ നമ്മുടെ ദേവയാനിയും വരികയാണ് കേട്ടോ. നമ്മുടെ ദേവയാനിയും കനകയുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ ചന്തുമോളെ കണ്ടത് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി വാരി പുണരുകയാണ്. എന്നിട്ട് ചോദിക്കും, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അടിപൊളി, ഹാപ്പി ആയി അമ്മേ.
ഉം അപ്പൊ ഇനി സ്കൂളിലൊക്കെ പോണ്ടേ? പിന്നെ സ്കൂളിൽ പോകാതെ സ്കൂളിൽ പോണം. അല്ല അതിനു മുമ്പ് ഞങ്ങൾ മോളെയും കൊണ്ട് ഒന്ന് ചുറ്റിയതാ. ഇനി കൂട്ടുകാരോടൊക്കെ പറയാലോ ഞങ്ങൾ ട്രിപ്പൊക്കെ പോയി എന്ന് അല്ലേ മോളെ? അപ്പം ദേവയാനി പറഞ്ഞു, ദേ ഞാൻ നയനമോളുടെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അത് എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോയത് പെട്ടെന്ന്? അത് നയനയുടെ അമ്മ വിളിച്ചിട്ട് തന്നെയാ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. എന്തിന് എന്തിന്? അത് പിന്നെ വേറൊന്നുമല്ല. മോനെ ആദർശ്, നീ മോളെയും കൊണ്ട് അകത്തേക്ക് പൊക്കോ. അല്ല അവിടെ കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങൾ അറിയുന്നത് വരെ അവർക്ക് കുഴപ്പം തന്നെയാ. ആദർശ്, നീ കുട്ടീനെയും കൊണ്ട് അകത്തേക്ക് പോ. അങ്ങനെ ആദർശ് കുട്ടീനെ കൊണ്ട് അകത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി പറയുക, നിങ്ങൾ ടൂർ പോയതിന്റെ ഫോട്ടോ നവ്യക്ക് അയച്ചു കൊടുത്തായിരുന്നല്ലോ. അത് അപ്പൊ തന്നെ കനകയ്ക്ക് അത് അയച്ചു കൊടുത്തായിരുന്നു. അതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാ എന്നെ വിളിപ്പിച്ചത്. എന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. മോളെ, മോളുടെ അച്ഛനോടും അമ്മയോടും നമുക്ക് സത്യം പറഞ്ഞാലോ? ഏ സത്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്നാ തോന്നുന്നത്. അത്രത്തോളം അവര് ആദർശിനെ വെറുക്കുന്നുണ്ട്. വെറുത്തോട്ടെ അമ്മേ, നമുക്ക് സത്യങ്ങളൊക്കെ അറിയാലോ. ഇനിയിപ്പം നടന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനും അമ്മയും ആദർശനെ സ്നേഹിക്കുമായിരിക്കും. പക്ഷെ അഭിയെ വെറുക്കില്ലേ? അവിടെ അവിടെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അല്ല, ആ വെറുപ്പ് അഭി അർഹിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ടമ്മേ. പക്ഷെ ആ നിമിഷം മുതൽ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോവും. ആ ഒരു ചിന്ത എൻ്റെ അമ്മയ്ക്കും അച്ഛനും വരും. ഒന്നാമത് ചേച്ചിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുമായി, പിന്നെ പ്രാരാബ്ദങ്ങളായി. വേണ്ട, പറയണ്ട. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യങ്ങൾ പറഞ്ഞാലോ എന്ന്. അപ്പോഴും ഞാൻ അടക്കി പിടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല. എൻ്റെ ചേച്ചിയുടെ ജീവിതം, ഭാവി, അത് അത് പോകരുത്. ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. ശരി മോളെ, എന്താണെന്ന് വെച്ചാൽ മോളുടെ ഇഷ്ടം പോലെ ചെയ്യ്. പിന്നെ മോള് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, കുളിച്ചൊന്ന് ഫ്രഷ് ആകുക. അല്ല, അമ്മ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ അച്ഛനും അമ്മയും ഒക്കെ സംസാരിച്ചു അല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും സാരമില്ല മോളെ. എന്റെ മനസ്സിനെയല്ലേ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അതൊന്നും എന്റെ മനസ്സിൽ ഏറ്റിട്ടില്ല, കൊണ്ടിട്ടില്ല. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതിനപ്പുറമല്ലേ പറയത്തുള്ളൂ. ഒരച്ഛന്റെ അമ്മയുടെ വേദന അതല്ലേ അവരുടെ ഉള്ളില് ഒരു ഭാരമായിട്ട് ഇത് കിടക്കുക. അതാ എന്റെ വിഷമം. മോളുടെ അച്ഛൻ അസുഖക്കാരനല്ലേ? അത് പിന്നെ സത്യം പറഞ്ഞാലും അച്ഛന്റെ അസുഖത്തിന് ഒരു കുറവും ഉണ്ടാവില്ലമ്മേ. കാരണം നവ്യേച്ചയുടെ ജീവിതം പോകുമെന്ന് ഓർക്കും. അതുപോലെ ഒരു കൊടും ചതിയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് അഭി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന മുത്തശ്ശനെ മുത്തശ്ശിനെയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഭിയാണെങ്കിൽ ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ചിരിച്ച് എന്തോ ഒരു 10-16 ചിരി പാസ്സാക്കിയിട്ട് കയറി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം, മറ്റേ പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന പോലെ മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം എന്ന്. എന്നിട്ട് കാലയിലൊക്കെ തൊഴുകയാണ് കേട്ടോ. ഏതായാലും മുത്തശ്ശൻ തലയിലെ കൈയൊക്കെ വെച്ചു. അനുഗ്രഹിക്കാതെ വേറെ നിവർത്തിയില്ലതോ. എന്നിട്ട് മനസ്സിൽ എത്ര അനുഗ്രഹിച്ചാലും നീ ചെയ്ത പാവങ്ങൾ നിന്നെ വിട്ടു പോവില്ലടാ, അത് നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. എന്നിട്ട് മുത്തശ്ശിയുടെ കാലിലും തൊട്ട് അനുഗ്രഹം മേടിക്കുക. എന്തിനാണ്? വേറെ ഒന്നിനുമല്ല, അങ്ങ് പോകാനാ, ബ്രാഞ്ച് ഏറ്റെടുക്കാൻ. ഇനി ആ ജ്വല്ലറി മുടിപ്പിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ മൂർത്തിയല്ല വസുന്ധര പറയാ, ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. അപ്പം ഇതുവരെ ഞാൻ നന്നായിട്ടല്ലേ ജീവിച്ചത്? നിന്നെ പറ്റി മറ്റാരെക്കാളും കൂടുതൽ അറിയാവുന്നത് നിനക്ക് തന്നെയാ. അതുകൊണ്ട് ആ കാര്യത്തില് ഒരു തർക്കമൊന്നും വേണ്ടല്ലോ, ഞങ്ങളായിട്ട് പറയണ്ടല്ലോ. മൂർത്തീസ് ജ്വല്ലറി അടക്കം തിരക്കുള്ള എല്ലാ ബ്രാഞ്ചും നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. പിന്നെ അറിയാലോ, ദേ നീ ഏറ്റെടുക്കുന്ന ബ്രാഞ്ച് അത് നല്ല രീതിയിൽ നോക്കണം. നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ കച്ചവടം നടത്തണം. അത് നിന്റെ കഴിവാണ്. പിന്നെ ആദർശ് എല്ലാത്തിന്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ജ്വല്ലറി മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നെ അതില് നയനമോളുടെ കഴിവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം നീ നോക്കാൻ പോകുന്ന ബ്രാഞ്ച് ഒരു കാരണവശാലും പിന്നിൽ പോകാൻ പാടില്ല, കുതിച്ചുയരണം. പിന്നിൽ പോവില്ലെന്നേ. ഇനിയിപ്പം ആ ബ്രാഞ്ചിൽ റെക്കോർഡ് സെയിലായിരിക്കും, നോക്കിക്കോ. വെറുതെ വാചകക്കത്ര പിന്നെ എന്തോന്ന് പറയൂലോ, കസ്ത്രസോ അങ്ങനെ എങ്ങാണ്ട് പറയൂല്ലോ സംഭവം. വെറുതെ വാചകം പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഏതാണ്ട് പറയും. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റിൽ ഇട്ടേരെ. അങ്ങനെ ഏതാണ്ട് പറയുന്നുണ്ട് നമ്മുടെ മുത്തച്ഛനെ. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറയുന്നുണ്ട്, ഞാൻ വാചകം അടിക്കുന്നൊന്നുമല്ല, ഞാൻ സത്യത്തിൽ പറയുന്നത് തന്നെയാ. ഇനി ആ ബ്രാഞ്ച് വെച്ചടി കയറ്റമായിരിക്കുന്നു. ഏതായാലും നമുക്കറിയില്ല, അഭി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചടി കയറ്റമല്ല, ആ ബ്രാഞ്ച് മുട്ടിപ്പിച്ചിട്ടേ വരത്തുള്ളൂ.
ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ ആദർശിന്റെ അനുഗ്രഹം മേടിക്കാൻ പറയുന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് അതെ അങ്ങേരുടെ അനുഗ്രഹം ഒന്നും മേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അഭി അങ്ങോട്ടേക്ക് പോകുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ കഥയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ പോയിന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.